പഞ്ചാരക്കൊല്ലിയിൽ നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞാൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധ എന്ന സ്ത്രീയുടെ വീട്ടിലേക്ക് വരാനിരിക്കുകയായിരുന്നു. അതിനു മുന്നോടിയായാണ് ഇപ്പോൾ പ്രതിഷേധം. അവിടേക്ക് പ്രദേശവാസികൾ ഇങ്ങനെ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പാടുപെട്ടാണ് പോലീസ് ആളുകളെ അവിടെ നിന്ന് മാറ്റുന്നത്. മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. സാരംഗ് സുരേഷ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാരംഗ്, മന്ത്രി എത്തിയോ? മന്ത്രി ഏതാനും മിനിറ്റുകൾക്ക് തൊട്ട് മുൻപാണ് പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള റോഡിലെത്തിയത്. അതിനോടൊപ്പം തന്നെ നാട്ടുകാർ ഇവിടെ വലിയ തോതിൽ തന്നെ സംഘടിച്ചിരുന്നു. അവർ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത്. ഒന്ന്, മന്ത്രി ഇത്തരത്തിൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഒരു ജനകീയ പ്രതിരോധം ഉണ്ടായ സമയത്ത് തന്നെ ഇത് കേവലം രാഷ്ട്രീയ പ്രേരിതമായ ഒരു സമരമാണ് എന്നുള്ളൊരു വാദം ഗതിയിൽ എത്തിയിരുന്നു. അത് തെറ്റാണ് എന്നാണ് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, രാധ വനത്തിനകത്തിൽ പ്രവേശിച്ച സമയത്താണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളൊരു പ്രസ്താവന കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഈ രണ്ട് പ്രസ്താവനകളും മന്ത്രി നിരുപാധികം പിൻവലിച്ചുകൊണ്ട് രാധയുടെ കുടുംബാംഗങ്ങളോടും പഞ്ചാരക്കൊല്ലി സ്വദേശികളോടും മാപ്പ് പറയണമെന്നായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതിനുശേഷം പിന്നീട് അത്തരത്തിൽ തന്നെ ഇപ്പോൾ ഇവിടെ നിരോധനാജ്ഞ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ എസ്റ്റേറ്റിനകത്ത് കയറി ജനങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. രാധയുടെ വീടിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണോ ഈ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്നത്? രാധയുടെ വീടിന് മുന്നിലാണോ? രാധയുടെ വീടിന്റെ തൊട്ടരികിൽ തന്നെ ഏതാനും മീറ്ററുകൾ, കേവലം 100 മീറ്റർ അകലെയാണ് ഇത്തരത്തിൽ ഈ നാട്ടുകാർ വലിയ തോതിൽ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഇത്തരത്തിലുള്ള തെറ്റായ പ്രസ്താവനകൾക്കെതിരെ നിരുപാധികം മന്ത്രി മാപ്പ് പറയണമെങ്കിൽ മാത്രമേ രാധയുടെ വീട്ടിലേക്ക് പ്രവേശനം നൽകുകയുള്ളൂ എന്നതായിരുന്നു നാട്ടുകാരുടെ വാദം. ഇപ്പോൾ പോലീസും ദൃശ്യങ്ങളിൽ മന്ത്രി വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനെ കാണാൻ കഴിയുന്നുണ്ട്. മന്ത്രിക്ക് അകത്തേക്ക് കയറാൻ പറ്റുമോ? നാട്ടുകാർ സമ്മതിക്കുമോ? മാപ്പ് പറഞ്ഞാൽ മാത്രം രാധയുടെ വീട്ടിലേക്ക് എത്താമെന്നതാണ് ഇപ്പോൾ നാട്ടുകാരുടെ നിലപാട്. എന്തായാലും ഏത് വിധേനയും മന്ത്രിയെ രാധയുടെ വീട്ടിലെത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. പ്രതിഷേധക്കാരെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കസ്റ്റഡിയിലേക്കോ അറസ്റ്റിലേക്കോ ഒന്നും തന്നെ ഇപ്പോൾ കടന്നിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ പ്രതിഷേധം കടക്കുകയാണെങ്കിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ നിൽക്കുമ്പോൾ കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കും.